വെൽക്കം ടു MS2 വ്ലോഗ്. നമ്മളിന്നിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്, വേറെ ഒന്നുമല്ല. കട്ട്ലൈറ്റുകൾ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി കട്ട്ലൈറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കാച്ചിൽ കൊണ്ടാണ് നമ്മളിന്ന് കട്ട്ലൈറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് തരാം. എന്നാലാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷനൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ആണ് നമ്മളുടെ കാച്ചിൽ. നമ്മളിന്ന് കാച്ചിൽ കട്ട്ലൈറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണത്. അതിന് കാച്ചിൽ, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുട്ട. ഇത് നമ്മൾ റസ്ക് പൊടിയാണിത്, റസ്ക് പൊടിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ വെളിച്ചെണ്ണ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിത് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ കുക്കറിലേക്ക് കാച്ചിലിടാം. ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വേവാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് വേണം. കാച്ചിലൂടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടച്ച് കുഴമ്പ് രൂപത്തിലാക്കാം. ഒരു ചീനച്ചട്ടി എടുക്കാം. ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്കൊരു 2 സവാള അരിഞ്ഞു വെച്ചത് ചേർക്കാം. അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കും. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും, അല്പം വേപ്പില ഇതേപോലെ ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. 2 ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഇച്ചിരി നമ്മൾ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കായിരുന്നു. അത് നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നല്ല രീതിയിൽ. കട്ട്ലൈറ്റ് നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അച്ചിലിങ്ങനെ പരത്തി വെച്ചിട്ട് അതിലേതിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇത് ചെയ്യാം. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് റസ്ക് പൊടിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എണ്ണയിലോട്ട്, തിളച്ച എണ്ണയിലോട്ട് നമുക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കാച്ചിൽ വേവിച്ചതായതുകൊണ്ട് നമുക്ക് അധികം നേരം ഫ്രൈ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് നമ്മുടെ 2 സൈഡും മുരിഞ്ഞാൽ മതി. അപ്പോൾ മറിച്ചിട്ട് പെട്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കാച്ചിൽ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തവണ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.